ലാസ്റ്റ് മൈൻക്രാഫ്റ്റ് വന്നിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തരും ഗൈസ്. ഹാർഡ് കോർ ആണ് ഗൈസ്. നമ്മൾ ഹാർഡ് കോർ കളിച്ചിട്ടില്ല ഇതുവരെ. അല്ല, കളിച്ചിട്ടുണ്ട് ഗൈസ്, പക്ഷേ എങ്കിൽ അത് ഇതായിട്ടില്ല. അത് ഞാൻ പ്ലേ ലിസ്റ്റ് ഇട്ടിട്ടില്ല ഗൈസ്. ബട്ട് നമ്മൾ ഇന്ന് മുതൽ ഒരു ഹാർഡ് കോർ വേൾഡ് തുടങ്ങാൻ തീരുമാനിച്ചു ഗൈസ്. അതാണ് അങ്ങനെ നമുക്ക് നേരെ ഫസ്റ്റ് തന്നെ ഞാൻ ഈ മരം ഇടുന്ന മുറിക്കുന്നുണ്ട്. നമുക്ക് മരം കിട്ടി. നമുക്ക് ഈ മരം കാണാം ഗൈസ്. ഞാൻ ഇത് മുറിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ഇതിപ്പം മുറിച്ച് കഴിയും. നമ്മളിത് മുറിച്ച് കഴിഞ്ഞ് ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ ഷീപ്പിനെ കണ്ടുപിടിക്കണം. അതിനു മുമ്പ് ഞാനിത് ഫുള്ള് പ്ലാൻസ് ആക്കുന്നു. ഓക്കെ ഗൈസ്, ഹായ് ഗൈസ്. ഇവിടെ ഒരു കേവ് ഉണ്ട്. കളിക്കാത്തൊക്കെ നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ ഷീപ്പൊന്നും ഇല്ലേ ഗൈസ് ഇവിടെ. ചിക്കൻ ടച്ചാണ് ഗൈസ്. ഷീപ്പിനെ കിട്ടാൻ വലിയ പാടാണ്. പക്ഷെ നമ്മളൊരു ബെഡ് ഷീപ്പിനെ കാണാതെ നമുക്ക് വില്ലേജ് കിട്ടിയാൽ മതി ഗൈസ്. പിന്നെ ആരാണ് എല്ലാം റെഡിയായി ഗൈസ്. ഞാൻ സ്കൂളുകളിലെണ്ണ വേണ്ട എണ്ണ ഇടാത്തെന്ന് അറിയാം ഗൈസ്. നമ്മൾ ഇത്രയും കളിച്ച് കുറേ സ്കൂൾ പോലും നമുക്ക് ആയിട്ടില്ല ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ്. സോ ഗൈസ് ഡാർക്കോക്ക് ഉണ്ട്. നമുക്ക് നെതറേറ്റ് ആർമർ ആവണം. ഇപ്പൊ ആവണ്ട ഗൈസ്. കുറച്ച് അയണെല്ലാം കിട്ടി, ഡയമണ്ടും കിട്ടിയിട്ട് എല്ലാം മതി അല്ല ഗൈസ്. അത് കുറച്ച് ഞാൻ പാർക്കോർ ചെയ്യാൻ നോക്കിയത്, പക്ഷെ പാർക്കോർ ചെയ്തത് നേരെ നിലത്തേക്കാൻ കുഴപ്പമില്ല ഗൈസ്. പറയുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഒരു 200 ആണ്. എല്ലാവരും വീഡിയോ എല്ലാവരും ഇപ്പൊ പറ ലൈക്ക് അടിക്കുക ഗൈസ്. നമുക്ക് ബാംബൂ നമുക്ക് തിന്നാൻ പറ്റില്ല അല്ലേ? മറന്നുപോയി ഗൈസ്. ഞാൻ മൈൻക്രാഫ്റ്റ് ഞാൻ 2 മിനിറ്റ് മുമ്പ് കളിച്ചുള്ളൂ ഗൈസ്. ഇപ്പത്തേക്ക് മറന്നുപോയി ഗൈസ്. എന്താ അല്ലേ മൈൻക്രാഫ്റ്റിന്റെ കളി. നമുക്കിതൊരു സ്റ്റാർട്ട് എടുക്കളി. അത്രയും വാർത്തയൊന്നും വേണ്ട. 2 വട്ടം എടുക്കുക ഗൈസ്. അത് 30 ആക്കാം. 40 കഴിഞ്ഞു ഗൈസ്. ജംഗിൾ നമുക്ക് ജംഗിൾ ഇഷ്ടമാണ്. ജംഗിൾ ഗൈസ് നമുക്ക് ജംഗിളിലേക്ക് പോവാ. പാണ്ടാക്കുട്ടൻ
പോയി നോക്കും. ഞാനിവിടെ അണ്ടർവാട്ടർ ചെയ്യുന്നുണ്ട്. അയ്യേ ഇപ്പൊ നമ്മൾ ആരായി? ഇതേതാ മരം? ഇങ്ങനല്ല വളരോ? ഇത്രയും വലുതായിട്ട് വളരോ? ഇത് നമുക്കറിയാം ഗൈസ്. നമ്മൾ കളിക്കുമ്പോ ഇതുണ്ടായിട്ടില്ല ഗൈസ്. ഇവിടെ മെല്ലുണ്ട്. നല്ലോണം സ്റ്റാക്കിട്ടാല് ഗൈസ്. നിങ്ങൾക്ക് അറിയുന്ന മെത്തേഡ് വല്ലതുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കമന്റ് ചെയ്യണം. നമ്മൾ ഈ ഡ്രോ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത്. നമ്മളിപ്പോ പടം മൂന്നുണ്ടക്കാനുള്ള ഷീപ്പും കാണുന്നില്ല. 3 ഷീപ്പിനെ കിട്ടിയ നമ്മ
നമുക്കിപ്പോ ഒരു ബെഡ് ഉണ്ടാക്കിയാണ്. പക്ഷേ ഷീപ്പ് കിട്ടുന്നില്ല. ഷീപ്പിനെ കണ്ടെത്താൻ നമ്മളിനി എന്ത് ചെയ്യുന്നുണ്ട്? ഷീപ്പ് നമ്മളോട് രാഗിന്നുണ്ട്. രാവിലെ ആവുമ്പോൾ സ്പൈഡറിനാണെങ്കിൽ ഇങ്ങനെ വലിഞ്ഞേറാനും പറ്റും. അതിന് നമുക്ക് ചെയ്യാനാവോ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യണം. ഇവനെ നമ്മളിവിടെ എത്തി. ജസ്റ്റ് മിസ്. താഴെ ഇറങ്ങിയ നരകം. അതുകൊണ്ട് നമുക്ക് ചെല്ലുണ്ട്. സ്വിച്ചിന്റെ സൗണ്ടാണ് ഞാൻ കേട്ടത്. നമ്മളിപ്പോ ഒരു ഇതെന്ന് വെച്ചേക്കൊണ്ട് നമ്മള് നമുക്ക് ഇതെന്ന് വെച്ചേക്ക എന്നാണ് ആ സാധനത്തിന്റെ പേര് മറന്നുപോയി. ഷീപ്പിന്റെ ഒച്ച ഇവിടുന്നോ ലെതർ ഫുൾ ആർമർ ഇട്ട്. താഴെ ഷീപ്പുണ്ട്. കൂടാ ഇവനെ നമുക്ക് അടിക്കാൻ. ഒരടി കൊടുത്തു ഗൈസ്. ഇപ്പൊ നിക്ക് ഇടങ്ങാറ്റം വന്നോളേ ഗൈസ്. സ്കൾട്ടിന്റെ സൗണ്ട് ഗൈസ്. സ്കൾട്ടിന്റെ കമ്പ്യൂട്ടർ നമ്മൾ നോക്കൗട്ട് ആവും ഗൈസ്. അങ്ങനെ നമ്മൾ കഴിയും. പിന്നെ സോംബി നമ്മൾ അറ്റാക്ക് ചെയ്യാം ഗൈസ്. So guys നമുക്ക് ആവൂല ഗൈസ്. നമുക്ക് അങ്ങനെ നമ്മള് മോർണിംഗ് ആവുന്നവരെ ഗൈസ് നമ്മൾ കാത്തിക്കണം ഗൈസ്. ഇവനാണെങ്കിൽ മരിക്കുന്നില്ല ഗൈസ്. നമ്മളിപ്പം ഡെഡാവും. എന്തോ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. വിട്ടിട്ട് ഗൈസ് ഏതെങ്കിലും സ്കെൽട്ടൻ കണ്ട് നമ്മൾ നോക്കൗട്ട് ചെയ്ത നമ്മൾ പെട്ട് ഗൈസ്. മരണപ്പെടായിരിക്കും നമ്മൾ. ഷീപ്പ് ശാപാകാൻ ഈ ഹാർഡ് കോറില് ഞാൻ എപ്പോ ഹാർഡ് കോർ കളിച്ചാലും അങ്ങനെ
അതേപോലത്തെ ഒരുത്തനതാടാ. ഗൈസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഗൈസ്? അതാ ഗൈസ് ഫുള്ള് ലെതർ ആർമർ ഇത് കൂമ്പി. ഇനി എന്ത് ചെയ്യും ഗൈസ്? നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു വേ ഉണ്ടോ നോക്കാം ഗൈസ്. നമുക്ക് ഇപ്പോൾ പാർക്കോർ കളിക്കേണ്ട സമയമാണ് ഗൈസ്. അത് ചില സമയത്ത് നമ്മൾ പോലെ ഉണ്ടാവും ഗൈസ്. എല്ലാ സമയത്തും നമ്മൾ പാർക്കോർ കളിക്കരുത് ഗൈസ്. പ്രത്യേകിച്ച് പാർക്കോറില് കണ്ടില്ല. ഇത് പാർക്കോർ റിസ്ക് ആണല്ലോ ഗൈസ്. ഇത് വല്ലാത്ത റിസ്ക് ആണ് ഗൈസ്. ഞാൻ ചെയ്യണ്ടെന്ന് എനിക്ക് ഒരു പിടിയുമില്ല ഗൈസ്. ഒരു 2-3 ഷീപ്പിനെ കിട്ടിയ നമുക്ക് സ്ലീപ്പേജ് മോർണിംഗ് രാവിലെ ആവുന്നുണ്ട്. മെല്ലനെ രാവിലെ ആവുന്നുണ്ട്. ഇതല്ലേ 3 കൂടുതൽ ഷീപ്പ്, പണ്ടാര ഷീപ്പ് ഗൈസ്. നമ്മൾ അന്വേഷിക്കുമ്പോ കാണൂല്ല. നമ്മളെ കൊല്ലാനായിട്ട് ആ ഷീപ്പ് വേഗം രാവിലെ രാവിലെ ആവുന്നുണ്ട്. ഗൈസ് ആ സ്കൾട്ടനും കൂടി പുറത്തിറങ്ങിയ നമുക്ക് മെല്ലെ സ്പോണായി. ഈ സമയത്ത് നമ്മള് ഒരു ജെൻഡർ നോക്കരുത്. ആണാണ് പെണ്ണാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഇപ്പൊ ഇവന് ഉണ്ടായാല് ഓൺലൈൻ നമുക്ക് കിട്ടിയിട്ടില്ല. ഒന്ന് ഇപ്പൊ നമുക്ക് കിട്ടിയല്ലോ മാര് ഉള്ളാക്കിട്ട് വന്നാ പോരെ. ഇവിടെ ഒരു പട്ടി ഉണ്ട്.
ഈ പട്ടിക്ക് നമുക്ക് റോട്ടൻ ഫ്ലഷ് കൊടുത്താലോ? തിന്നില്ലേ, തിന്നാൻ പറ്റൂല പോലെ. ആ പട്ടികൾ നമ്മോട് പറഞ്ഞു മീൻകുട്ടി മീൻകുട്ടി നമുക്ക് സ്ട്രിങ് കിട്ടിയാൽ മതി. നമുക്ക് കോപ്പർ ആർമറിലേക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഗൈസ് നമുക്കൊരു പിക്കാക്സ് മാത്രമാക്കാം. ഇവിടുന്ന് 1 2 3 ടർണസും കൂടി ആക്കണം ഗൈസ്. 4 5 6 7 8 9 10 11 ഗൈസ്. 11 നന്നായിട്ടുണ്ട്. കൃത്യമാണെന്ന് തോന്നുന്നു. കൃത്യം. നമുക്കിനി ഇത് വേണ്ട. ഇനി നമുക്ക് പോയിട്ട് ഈ കോപ്പർ മൈൻ ചെയ്യാം ഗൈസ്. കോപ്പറെങ്കിൽ കോപ്പർ. ഇപ്പൊ നമുക്ക് കോപ്പർ ആർമറിൽ ഉണ്ടല്ലോ ഗൈസ്. തൽക്കാലം അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. ഇപ്പൊ നമുക്കൊരു സീരീസ് ആയിട്ട് പോവാൻ നോക്കുന്നുണ്ട് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയും, അത് നിങ്ങളെല്ലാരും കേൾക്കണം. എന്നാ പറഞ്ഞ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പം തന്നെ ലൈക്കും സബ്സ്ക്രൈബ് അടിക്കുക. നമുക്ക് ഇക്കൊല്ലം തീരുന്നതിന് മുമ്പ് ഒരു 10K ഒരു 100 അടിക്കണം. പ്ലീസ് പ്ലീസ് കുറച്ച് ലൈക്ക്, പിന്നെ ഷെയർ, പിന്നെ കുറച്ച് സബ്സ്ക്രൈബും നമ്മൾ പറഞ്ഞ പോലെ അല്ലേ അല്ലേ? ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും.